ഭാരതാംബ ചിത്രവിവാദത്തിൽ സർക്കാർ ഗവർണർ പോര് മൂർച്ഛിക്കുന്നു. ഗവർണറെ നിയന്ത്രിക്കുന്നത് RSS ആണെന്നതടക്കം കടുത്ത വിമർശനം തുടരുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രിക്കെതിരെ സർക്കാരിനെ അതൃപ്തി അറിയിക്കാനാണ് ഗവർണറുടെ നീക്കം. സംസ്ഥാന വ്യാപകമായി ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്കുകൊളുത്തി BJPയും വിഷയം ഏറ്റെടുക്കുകയാണ്. ഭാരതാംബ വിവാദത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഗവർണറും സർക്കാരും. ഇതുവരെ ഗവർണറുടെ നിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്യുകയായിരുന്നുവെങ്കിൽ നിയമവഴിയും സർക്കാർ ആലോചിക്കുന്നുണ്ട്. സർക്കാർ പരിപാടികളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം എങ്ങനെ ഒഴിവാക്കുമെന്ന കാര്യത്തിൽ നിയമ സെക്രട്ടറിയോട് സർക്കാർ ഉപദേശം തേടി. മറുവശത്ത് മന്ത്രിമാരുടെ ബഹിഷ്കരണത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിഷേധമറിയിക്കാനാണ് രാജ്ഭവന്റെ നീക്കം. ഗവർണർ നേരിട്ടോ ഫോണിലൂടെയോ മുഖ്യമന്ത്രിയെ പ്രതിഷേധമറിയിക്കും. ഗവർണർക്കെതിരായ വിമർശനത്തിൽ പിന്നോട്ടില്ലെന്ന വ്യക്തമായ സൂചനകൾ സർക്കാരും നൽകുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നാളെ മുഖ്യമന്ത്രിയുടെ എന്റെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ ഓഫീസിന് മുന്നിൽ കാർൽ മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും നമ്മുടെ CPM നേതാക്കന്മാരുടെ പടമെല്ലാം കൊണ്ട് വെച്ച് ദിവസവും എല്ലാ ജീവനക്കാരും വന്ന് മാരെ പൂവിട്ട് നമസ്കരിച്ചിട്ട് മാത്രമേ സീറ്റിലിരിക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ച് അതേപോലെ സർക്കാരിൽ നടക്കുന്നത്. സർക്കാർ ഗവർണർ പോര് BJPയും CPMും ഏറ്റെടുത്തു കഴിഞ്ഞു. രാജ്ഭവൻ RSS ശാഖയല്ല എന്ന തലക്കെട്ടോടെ ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി. ഗവർണർക്കെതിരെ കാലടി സംസ്കൃത സർവകലാശാലയിൽ SFI ബാനർ ഉയർത്തി. ഭാരതാംബയല്ല ഭരണഘടനയാണ് നട്ടെല്ല്, ഇതാണ് ബാനറിലെ വാചകം. സംസ്ഥാന വ്യാപകമായി ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി BJP പ്രതിഷേധിച്ചു. കോഴിക്കോട് മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചു. ശിവൻകുട്ടിയുടെയും നമ്മുടെ പ്രസാദ് മന്ത്രിയുടെയും എതിർപ്പ് കൊടിയോടാണ് എങ്കിൽ, ഭാരതാംബയുടെ അല്ല എങ്കിൽ, ഒരു സ്ത്രീ ഈ ചിത്രം പിടിച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു സ്ത്രീയുടെ ചിത്രം, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ ചിത്രം ഉണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് കൊടിയുടെ നിറമല്ല അവരുടെ തർക്കത്തിന്റെ അടിസ്ഥാനം. അവരുടെ തർക്കത്തിന്റെ അടിസ്ഥാനം അവിടെ ഭാരതാംബ എന്നുള്ള സങ്കല്പത്തോടാണ്. കോഴിക്കോടെത്തിയ മന്ത്രി വി ശിവൻകുട്ടിയെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടിയും കാട്ടി. മന്ത്രി പങ്കെടുത്ത പരിപാടിയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം സംഘർഷത്തിനിടയാക്കി. രാഷ്ട്രീയ സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള നീക്കങ്ങളാണ് ഭാരതാംബ വിവാദത്തിൽ CPMും BJPയും സ്വീകരിക്കുന്നത്. CPMന്റെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായും പ്രതീകമായുമാണ് ഈ വിവാദത്തെയും CPM ഉയർത്തിക്കാട്ടുക. എന്നാൽ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എക്കാലവും CPM നിലപാട് ഇങ്ങനെയെന്ന് BJP കുറ്റപ്പെടുത്തുന്നു. സംഘപരിവാറിനെതിരായ പോരാട്ടങ്ങളിൽ CPMന് ആത്മാർത്ഥതയില്ലെന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്തുണ്ട്. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന് മറ്റെന്തോ മറയ്ക്കാൻ ഉള്ളതിനാലാണ് വിവാദം എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഗവർണറുടെ അവകാശം നിയമപരമായി സ്ഥാപിച്ചത് എന്നും നിങ്ങളുടെ കൊടി വെച്ചോളൂ എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ അവകാശം നിയമപരമായി സാധിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കൊടി വയ്ക്കൂ. ഭാരതാംബയെ ആദരിക്കാനും ബഹുമാനം നൽകുന്നതുമായ മുദ്രകൾ നിങ്ങൾക്കുണ്ടോ? അത്രയുള്ളൂ. സംസ്ഥാന സർക്കാർ ഏറ്റുമുട്ടലിലേക്കാണ് പോകുന്നത്. അതിലൊന്നും കാര്യമില്ലെന്ന്. അവർക്ക് വേറെ എന്തോ മറയ്ക്കാനുണ്ട്, വലിയ വിഷയങ്ങൾ മറയ്ക്കാനുണ്ട്. അതുകൊണ്ട് വെള്ളപ്പൊക്കം വന്ന് അവിടെ തൃശ്ശൂരൊക്കെ ആൾക്കാർ മുങ്ങുക. അവിടുത്തെ തോടും ഇതുമെല്ലാം വൃത്തിയാക്കേണ്ടത് ആരാ? കളക്ടറോട് പോയി ചോദിക്ക്. അവരത് ചർച്ച ചെയ്യട്ടെ. ഭാരതാംബ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തി ഗവർണർക്ക് കത്തയക്കുന്നില്ല എന്ന് കെ മുരളീധരൻ തെറ്റായ സമീപനമാണ് എന്ന് പറഞ്ഞ് കത്തയക്കാൻ മുഖ്യമന്ത്രിക്ക് ചങ്കൂറ്റമില്ല എന്നും ഗവർണർ ആദ്യം വന്നപ്പോൾ മുഖ്യമന്ത്രിയടക്കം പൊക്കിക്കൊണ്ടു നടന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഭാരതാംബയുടെ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. ശരിയാണ്, കാവിക്കൊടിയൊന്നും അംഗീകരിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത്, മുഖ്യമന്ത്രി എന്തുകൊണ്ട് കത്തയക്കുന്നില്ല ഗവർണർക്ക്? ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല. നിങ്ങൾ ഈ ഏർപ്പാട് മാറ്റണം. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. കാരണം ഭരണഘടനയിൽ പറയാത്ത കാര്യമാണ് കാവിക്കൊടിയുടെ ഭാരതാംബയിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് രാജ്ഭവനിൽ പരിപാടി നടത്താൻ പാടൂ എന്നുള്ളത് ഒരു തെറ്റായ സമീപനമാണ് എന്ന് കത്തയക്കാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ല?